ഫിഫ 2026. 2026 ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കാനഡ, മെക്സിക്കോ, അമേരിക്ക. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. 23ാമത് ഫിഫ വേൾഡ് കപ്പാണ് 2026 നടക്കുന്നത്. മൊത്തം 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 104 മത്സരങ്ങൾ. അപ്പോൾ 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. മൊത്തം മത്സരങ്ങൾ 104. നടക്കുന്ന സ്റ്റേഡിയം, ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ആസ്റ്റെക്ക സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3ാമത്തെ തവണയാണ് ഫിഫ വേൾഡ് കപ്പ് ഈ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. 1970, 1986, 2026 ഇങ്ങനെ 3 വർഷങ്ങളിലായി ഈ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. ഇനി ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകളാണ് മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക. അതിൽ മെക്സിക്കോ ആണ് ഫസ്റ്റ് മത്സരത്തിൽ വിജയിക്കുന്നത്. ഇനി ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ട്രയോണ്ട എന്നാണ് പന്തിന്റെ ഔദ്യോഗിക പേര്, ട്രയോണ്ട. അതുപോലെ മെക്സിക്കോ ആദ്യത്തെ മത്സരത്തിൽ വിജയിക്കുന്നുണ്ട്. ഈ മെക്സിക്കോയെ പ്രതിനിധീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗിൽബർട്ടോ മോറ. അപ്പോൾ മെക്സിക്കോയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗിൽബർട്ടോ മോറ. അതുപോലെ ഫിഫ 2026 ആദ്യത്തെ ഗോൾ നേടിയത് ജൂലിയൻ കിനോനസ് ആണ് 2026 ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ ഗോൾ നേടിയത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ ടീമിൽ ഇടം നേടിയ മലയാളി. അതായത് ഫിഫ 2026 വേൾഡ് കപ്പിൽ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് തഹസിൽ മുഹമ്മദ് ജംഷീദ്. അപ്പോൾ നമ്മുടെ മലയാളിയും ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് തഹസിൽ മുഹമ്മദ് ജംഷീദ്. ഇനി ആദ്യം പുറത്തായ ടീം ചോദിച്ചാൽ ഹെയ്ത്തി. 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്നും ആദ്യമായി പുറത്തായ ടീമാണ് ഹെയ്ത്തി. 2026 G20 ഉച്ചകോടി മിയാമി, അമേരിക്ക. 2025 G20 ഉച്ചകോടി ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. 2025 G7 ഉച്ചകോടി കനനാസ്കിസ്, കാനഡ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹി, ഇന്ത്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 കാലാവസ്ഥ ഉച്ചകോടി അന്റാലിയ, തുർക്കി. 2025 കാലാവസ്ഥ ഉച്ചകോടി ബേലം, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ, ബ്രസീൽ.